അയ്യോ, ഇത് എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാവോ? ഈ അൻചേട്ടൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു കേട്ടോ, അമ്മയുടെ ആങ്ങളയുടെ മകൻ. ഒരു ദിവസേ ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് വന്നേക്കണു ഹായിന്ന്. ഞാനങ്ങനെ സംസാരിക്കാറൊന്നുമില്ല അവരോട്. ഹായിന്ന് മെസ്സേജ് വന്നിന്. കയറ് പുറത്തിട്ടാണ്ട് ഞാൻ വെച്ചിടൂല, ഞാൻ ഇവിടെ നോക്കി വെക്കുന്നു, നല്ല ഇവിടെ കൂട്ടിയും വെച്ചേക്കും. അപ്പോൾ ഇല്ലേ, രണ്ടിനും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മെഡിസിനോ? ഷോ ശ്രദ്ധിക്കണം അപ്പോൾ കേട്ടോ. ഞാനേ ഇവരുടെ അമ്മയുടെ ആങ്ങളയുടെ മോൻ എൻ്റെ ഫോണിൽ ഫേസ്ബുക്കിൽ ഹായ് വിട്ടേക്കണം. ഞാൻ ഇതുവരെ അങ്ങനെ ഫേസ്ബുക്ക് വഴിയൊന്നും അവരോടൊന്നും സംസാരിക്കാറില്ല. എങ്കിലും ഈ പുള്ളി ഹായ് വിട്ടപ്പോൾ ഞാൻ തിരിച്ച് ഹായ് വിട്ടു. പെട്ടെന്ന് അപ്രതീക്ഷയായിപ്പോയി. ഇതെന്താ ഇങ്ങനെ ഹായ് വിടണേന്ന് ചോദിച്ചാൽ, അവർ കുറച്ച് എഡ്യൂക്കേഷൻ ഉള്ളവർ, അവരൊന്നും ഫേസ്ബുക്ക് വഴിയൊന്നും കോൺടാക്ട് ചെയ്യുന്നവരൊന്നുമല്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഫോണിലല്ലാണ്ട് കോൺടാക്ട് ചെയ്യുന്നവരൊക്കെ. അപ്പം ഹായ് വിട്ടു, ഞാൻ ഹായ് വിട്ടു. എവിടെയാന്ന് എന്നോട്. ഞാൻ പറഞ്ഞു വീട്ടിലാന്ന്, തലശ്ശേരിയാന്ന്, വീട്ടിലാന്ന്. എന്താന്ന് ചോദിച്ചിന്. അപ്പോൾ പറഞ്ഞതിന് എനിക്കൊരു ആവശ്യമുണ്ട്, ആവശ്യം വന്നിന്, അർജൻറ്റാണ്, എനിക്കൊരു കുറച്ച് എമൗണ്ട് വേണമെന്ന്. അപ്പം ഞാൻ പെട്ടെന്നേ ഇനിയിപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എമൗണ്ടോ ഞാൻ ചോദിച്ചാൽ എത്രയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു 25 ലക്ഷം, ഇപ്പോൾ 25,000, അത് 25,000 രൂപ വേണമെന്നേ. ഇത് കേട്ടപ്പോൾ എനിക്ക് ഡൗട്ടായി, ഇതെന്ത് 25,000 രൂപ ഫേസ്ബുക്കിൽ വന്നിട്ട് ഇട്ടേക്കണം. ഞാൻ ഇവരുടെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ സെയിം പ്രൊഫൈല്, കുട്ടികളുടെ ഫോട്ടോ ഇട്ടേക്കണു, വൈഫിൻ്റെ ഫോട്ടോ ഇട്ടേക്കണു, ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇട്ടേക്കണു. അത് 25,000 രൂപ എന്നോട്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അയച്ചു തരാം, നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ഥലമെല്ലാം പറഞ്ഞു, ഏതോ സ്ഥലമെല്ലാം പറഞ്ഞു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ തരാൻ പറഞ്ഞു. അപ്പോൾ ഒരു വേഗം ഗൂഗിൾ പേ നമ്പർ എനിക്ക് സെൻഡ് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത്ര മിനിറ്റ്, 10 മിനിറ്റിനുള്ളിൽ അയക്കണം, എനിക്ക് അർജൻറ്റാണ്, ഞാൻ എന്തോ പെട്ടിരിക്കുകയെന്നെല്ലാം പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് എന്താക്കി, എനിക്ക് അപ്പോൾ 25,000 എന്നെല്ലാം പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കയ്യിലിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഞാൻ അവർക്ക് ഇട്ട് കൊടുത്തിന്, വാട്സപ്പിൽ വഴി അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിന്. അപ്പോൾ അവർ കണ്ണു പറഞ്ഞാൽ എന്നോടൊക്കെ അങ്ങനെ ചോദിച്ചു, ഭാഗ്യം കൊണ്ടാണ് നീ അതൊക്കെ ഇട്ട് കൊടുക്കാതെ ഇങ്ങോട്ടൊക്കെ വിളിച്ചത്. അത് നമ്മളിപ്പോൾ ഗോൾഡെല്ലാം വേണമെന്ന് വെച്ച് പെട്ടെന്ന് ഒരു 25,000 ചോദിക്കുമ്പോൾ നമ്മൾക്ക് കയ്യിലില്ലാത്ത സംഭവങ്ങളൊക്കെ അങ്ങനെ കൊടുക്കാനാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു പോകില്ല ഇങ്ങനെയൊക്കെ അർജൻസി പറയുമ്പോൾ. അപ്പോൾ എനിക്കെന്തോ സാധാരണ എൻ്റെ പൊട്ട ബുദ്ധിയാണ്. ഞാൻ വേഗം സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് പിന്നെ ആർക്കെല്ലാം ഇട്ട് കൊടുത്തിന്, ചേട്ടനോടെല്ലാം പറഞ്ഞു തോന്നണം അന്നേരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ടെല്ലാം ചെയ്ത് ഇട്ട് കൊടുത്തിന്. അപ്പോൾ അവർ പറഞ്ഞത് ഫേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി അവർക്ക് ഇട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞതിന് ഇതൊക്കെ ഫേക്കാണ്. എന്നിട്ട് അവരെന്താക്കി ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിന്, ഇങ്ങനെ പൈസ ചോദിക്കുന്നുണ്ട്, ഇത് ഞാനല്ല വേറെ ആളാണ്. ഇവരുടെ പ്രൊഫൈൽ തന്നെ ഫസ്റ്റ് ഇവരുടെ ഒരു ഫ്രണ്ടായിന്. എന്നിട്ട് ഫ്രണ്ടായിട്ട് ഇവരുടെ ഫോണിൽ നിന്ന് ഫോട്ടോസ് ഇവരിടുന്നതെല്ലാം എടുത്തിട്ട് ഇദ്ദേഹം ഒരു ID ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് പൈസ ചോദിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്താക്കി ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്ത്, ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട്. അന്നേരം അതിൻ്റെ അടിയിൽ തോനെ ആളുകൾ വന്നിട്ട് കമൻ്റ് ഇട്ടേക്കണു, എന്നോട് ചോദിച്ചല്ലോ, അപ്പം ഞാൻ ഇട്ട് കൊടുത്തതോ 2,000, 3,000, 4,000 ഒക്കെ ചോദിച്ചിട്ട് ഇട്ട് കൊടുത്തിന് പോലും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചേട്ടൻ്റെ ഈ ഒരു ID കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. അങ്ങനെ ഫേക്കാണ് പറയുന്നുണ്ട്. ഓക്കേ, രണ്ടിനുണ്ട് പറയുന്നുണ്ട് സുജിത്തേട്ടൻ. എന്ന് പറയുന്നത് ചേട്ടൻ.